നോർമലി ഇപ്പോൾ ഫേസ്ബുക്കിലോ ആകട്ടെ ഇതിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നോർമലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് നമ്മളത് കാണാതെയും കേൾക്കാതെയും എന്തെങ്കിലും ഒരു സംഭവത്തിൽ ആളെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം അങ്ങ് ഇഗ്നോർ ചെയ്യും. കാരണം ഞാൻ ഇതിന്റെ പിന്നാലെ പോവാറേ ഇല്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഓപ്ഷൻ എൻ്റെ കയ്യിലാണ്. ദാറ്റ് പ്ലസ് എന്നോട് ഹസ്ബൻഡിന്റെ കയ്യിലും. കാരണം അവരുടെ ഞാൻ ചോദിക്കാണ്ട് ഒരു വർക്കും ചെയ്യില്ല. അപ്പൊ പുള്ളിക്കാരനും അറിയാം ഞാൻ എത്തരത്തിൽപ്പെട്ട ഒരു വർക്ക് ആയിരിക്കാം ഞാൻ ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോൾ അപ്പൊ ചേച്ചിയുടെ നെയിം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് വരുന്നത്? എന്റെ യൂട്യൂബ് ചോദിക്കുമ്പോൾ സോന നായർ ഹോട്ട്, സോന നായർ നേവൽ, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ മടുത്തില്ലേ അയ്യോ ഇതൊക്കെ എന്താണ് എന്ന് വിചാരിക്കും. കാരണം ഇതിൽ നിന്നും ഹോട്ടായിട്ടും ഇതിൽ നിന്നും നേവൽ ഷോക്കേസ് ചെയ്തും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്കാണെങ്കിൽ അവരുടെ പേജ് ഞാൻ നോക്കാറ് കൂടി. അത്ര വേഴ്സ് ആയിട്ടായിരിക്കുമല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തിനു നമ്മുടെ ഒരു മൈൻഡിന്റെ നെഗറ്റീവ് വൈബ് നമ്മൾ തന്നെ ഉണ്ടാക്കണം? അത് കാരണം ഞാൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. വന്നിട്ടുണ്ടല്ലോ. നോർമലി ഇപ്പൊ നമ്മളൊരു ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് സാരി ഉടുത്തായാലും എന്താ ഏതെങ്കിലും ഒരു സീൻ ചെയ്യുമ്പോ നമ്മള് ശരിക്കും ഒരു റിയൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല. ഇതൊന്നും മാറിക്കിടക്കുന്നതാവട്ടെ എന്ത് കിടക്കുന്നതാവട്ടെ അത് ചിന്തിക്കില്ല. ഒരു ക്യാരക്ടർ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. അല്ല ചേച്ചി ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ ചേച്ചിക്ക് ഓൾറെഡി അറിയാം ഇത് പണി കിട്ടുമല്ലോ, ഇത് കുറച്ച് ഫോട്ടോസ് ഇറങ്ങുമല്ലോ എന്ന് അങ്ങനെ ഒരു എപ്പോഴെങ്കിലും കോൺഷ്യസ് ആണോ? എനിക്ക് കോൺഷ്യസ് ആയിട്ട് എനിക്ക് ചിരി വരുമോ? വിത്തിൻ നോ സെക്കൻഡ്സ് ഇത് അതിലേക്ക് വരും, ഇതിലേക്ക് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വെറുതെ എടുത്ത് നോക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാർക്കില്ലാത്ത വിഷയങ്ങളാണോ ഞാനത് ഇപ്പം ആക്ട്രസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും പബ്ലിക് ഫിഗറാണ്, പബ്ലിക്കിനെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. സോ സൊസൈറ്റിയെ നമ്മൾ മാനിക്കണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സൊസൈറ്റിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട് വന്നത് ഇപ്പൊ അടുത്തല്ല കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു മാഗസീനിൽ എൻ്റെ ഒരു കവർ പേജ് ആയിട്ട് വന്നത് കാപാലിക എന്ന ഒരു ഷോർട്ട് മൂവി. പ്രീതി പണിക്കർ എന്ന് വെച്ചിട്ട് ഒരു ലേഡി ഡയറക്ടർ അത് ചെയ്തത്. എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതൊരു ക്യാരക്ടറാണ്, ബട്ട് ഇതൊരു പോസ്റ്റ് ഔട്ട് ക്യാരക്ടറാണ്, പക്ക സാധനമാണ് ഇതിനകത്ത്. അപ്പൊ ഞാൻ വെരി ഫസ്റ്റ് പറഞ്ഞ ഒരു എക്സ്പോസിങ്